ഈ അടുത്ത കാലത്തായി സാംസങ് കുറച്ച് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ അവർ ഫോണുകൾ ഇറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ സാംസങ് A20ൻ്റെ റിവ്യൂ ആണ്. സോ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ ടു ദിസ് വീഡിയോ. ആസ് യൂഷ്വൽ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ ആണ് ഇതിന് സാംസങ് കൊടുത്തിരിക്കുന്നത്. 6.4 ഇഞ്ച് 19:5:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഒരു സ്ക്രീനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡി ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ആൻഡ് ഇത് 4 കളർ വേരിയൻസിലാണ് വരുന്നത്. ബ്ലാക്ക്, ഡീപ്പ് ബ്ലൂ, കോറൽ, ഓറഞ്ച്, റെഡ് എന്നീ 4 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി എടുത്തു പറയുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ സിം ഇജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ സംഭവം അതൊക്കെ ആ ഒരു ഫോൺ കളർ ഏതാണോ ആ ഒരു കളറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഡിസൈൻ കാണാൻ വളരെ നല്ല രസമാണ്. അപ്പ് നെക്സ്റ്റ് ക്യാമറേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഡുവൽ ക്യാം സെറ്റപ്പാണ്. 13 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ ഒരു ക്യാമറയാണ്. ഫസ്റ്റ് പ്രൈമറി സെൻസർ f1.9 അപ്പർച്ചറിലൂടെയാണ് വരുന്നത്. അതൊരു ലോ ലൈറ്റ് പെർഫോമൻസ് ക്യാമറയാണ്. അത് വൈഡ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇനി 5 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറ അൾട്രാ വൈഡ് ആണ്. f2.2 അപ്പർച്ചറിലാണ് വരുന്നത്. ആൻഡ് ഇനി ഫ്രണ്ട് ക്യാമറയിൽ പറയുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 ഒരു ഷൂട്ടറാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു ക്യാമറയിൽ 4K സപ്പോർട്ടിംഗ് ഇല്ല. 1080p at 30 frames per second ആണ്. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അവർക്ക് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇറക്കുന്ന ഫോണുകളിലൊക്കെ 4K വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊരു 4K കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, നമുക്കിനി സ്റ്റോറേജ് ആൻഡ് പ്ലാറ്റ്ഫോമിനെ പറ്റി നോക്കാം. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 3GB ഒരു വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിനോടൊപ്പം 32GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ എക്സ്പാൻഡബിൾ മെമ്മറി ഉണ്ട്. അതായത് കാർഡ് സ്ലോട്ട് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 512GB വരെ ഇത് എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ Android 9 Pie വേർഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ Exynos 7884B എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. ഒക്ടോക്കർ പ്രൊസസ്സറാണ്. അതിന് തന്നെ 10,000 rupees റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടും. നിങ്ങൾക്ക് ഓവർ ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളൊന്നും കളിക്കാൻ സാധിക്കില്ലെങ്കിലും നോർമലായിട്ടുള്ള ഗെയിം പബ്ജിയൊക്കെ റൺ ആകും. പക്ഷേ എങ്കിലും ചെറിയ ഹാങ്ങുകളൊക്കെ ഉണ്ടാകും ഭാവിയിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററീനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ബാറ്ററിയിലേക്ക് വരുമ്പോൾ സാംസങ് ഗാലക്സി M20യിൽ കൊണ്ടുവന്ന 5000 mAh ഒരു മാസീവ് ബാറ്ററി അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 4000 mAh ഒരു നോൺ റിമൂവൽ ബാറ്ററിയാണ്. പക്ഷേ ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 15 വോൾട്ട് ചാർജിങ് വരെ ഇവിടെ സപ്പോർട്ടാണ് ഫാസ്റ്റ് ചാർജിങ്. അതുമാത്രമല്ല Type-C ചാർജിങ് പോർട്ടാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. എങ്കിലും പക്ഷേ 5000 mAh ഒരു ബാറ്ററി M20യിൽ കൊടുത്തപ്പോൾ എന്തുകൊണ്ടും A20യിൽ ഈ ഒരു ചാർജിങ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ് നമ്മൾക്ക് പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കാം. 12,490 രൂപയാണ് 3GB 32GB വേരിയൻറ്റിൽ വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇത് എക്സ്ക്ലൂസീവായിട്ട് അവൈലബിൾ ആണ്. എങ്കിലും നമ്മുടെ സാംസങ് ഗാലക്സി M20യും ഇതേ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി സാംസങ് ഗാലക്സി M20യിൽ കുറച്ചും കൂടെ ഫീച്ചർ ഓറിയൻറ്റഡ് അവർ ഫോൺ ഇറക്കിയിട്ടുണ്ട്. A20യും കുഴപ്പമില്ല. എങ്കിലും എനിക്കിഷ്ടം താല്പര്യം M20യോടാണ്. കാരണം വെച്ചാൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തുകൊണ്ട് ഇറക്കി. എങ്കിലും ഇതേ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. അതായത് ഒരേ വിലയാണ്. 12,500 റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഓഫർ കിട്ടിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ ഒരു 12,000 റേഞ്ചിൽ M20 കിട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ തീരുമാനമാണ് ഏത് ഫോണാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഏതെടുത്താലും കുഴപ്പമില്ല. A സീരീസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് A സീരീസിനോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് A സീരീസ് എടുക്കാം. കാരണം A സീരീസ് നമ്മുടെ J സീരീസിനെ മറികടന്നുകൊണ്ട് വന്നിരിക്കുന്ന സീരീസാണ്. അതായത് ഇനി മുതൽ J സീരീസ് ഉണ്ടാകുമോ എന്നറിയില്ല. ഈ J സീരീസിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന സീരീസാണ് A സീരീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് A സീരീസ് എത്തിനോടാണ് താല്പര്യമെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള സീരീസാണ് A സീരീസ് എന്ന് പറയുന്നത്. എങ്കിലും പക്ഷേ ബഡ്ജറ്റ് ഫോണാണ് A20. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രൈസിങ് മികച്ച ഒരു പ്രൈസിംഗ് ആണ്. ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഫോൺ വാങ്ങുക. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിനൂടെ ഒരു കാര്യം, നമ്മുടെ സാംസങ്ങിൻ്റെ A20e എന്ന് പറഞ്ഞൊരു ഫോൺ ഈ വരുന്ന 22-ാം തീയതി ലോഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. അതുമാത്രമല്ല സാംസങ്ങിൻ്റെ A80 എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. റൊട്ടേറ്റിംഗ് ക്യാമറ ആയിട്ട്, അതായത് പോപ്പ് റൊട്ടേറ്റിംഗ് ക്യാമറ ആയിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചർ ആയിട്ടുള്ളൊരു ഫോണുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. ഞാൻ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. സോ ഇനിയും ഇതുപോലത്തെ ഒരു രസകരമായ വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡോണി ടോജോ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറ മച്ചാൻ ചെറിൻ. ബൈ, ടേക്ക് കെയർ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും